ഇതെന്ത് ഇറങ്ങാൻ പറടാ. ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു. ഇപ്പോൾ ടൈം 5 മണിയായിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ രാവിലെ എണീച്ചത്, പക്ഷെ ഭയങ്കര ക്ഷീണവും പിന്നെ ജലദോഷമൊക്കെ പോലെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം വർക്കൗട്ട് ചെയ്യണമെന്ന് എപ്പോൾ ഞാൻ വിചാരിച്ചാലും ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, കാരണം ഓഫീസിൽ പോകാനുള്ളതാണ്. അപ്പോൾ വയ്യാണ്ടായി കഴിഞ്ഞാൽ ലീവൊക്കെ എടുക്കേണ്ടി വരും. ഞാൻ റെഡി ആയിട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ക്യാബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ക്യാബ് ഇപ്പോൾ തന്നെ എത്തും. അപ്പോൾ ക്യാബിൽ കയറിയിട്ട് നേരെ ഓഫീസിലോട്ട് പോകണം ഗൈസ്. രാവിലെ 8 മണിയായപ്പോഴത്തേക്കും കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി. പൂരിയും കടലക്കറിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഭയങ്കര രസമൊന്നുമില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കേദർ ചിക്കൻ കഴിക്കാം. ഇതാടാ ഇതാരി ഇതെന്താ സൂപ്പ് കുടിക്കാൻ പോണേ യഥാർത്ഥം പറഞ്ഞ? ഇതെന്ത് ഇറങ്ങാൻ പറടാ. എടാ ഉളുപ്പ്, എടാ 10 രൂപയുടെ ഉളുപ്പ്, 10 രൂപയുടെ ഉളുപ്പ്. ഇരിക്കണ സീറ്റ് ബെൽറ്റ് ഇറക്കി വിടാതിരിക്കാനാണ് സീറ്റ് ബെൽറ്റ്. ഇപ്പോൾ നമ്മൾ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങി ഇനി പോകുന്നത് ഈസ്റ്റ് ഫോർട്ടുള്ള കേതൽ ചിക്കൻ കഴിക്കാനായിട്ടാണ്. അപ്പോൾ പോണ വഴിയിൽ ട്രിവിയൻസിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സെല്ലാം മേടിച്ചിട്ട് പോവാണ്. ഇനി നമ്മൾ നേരെ കേതൽ ചിക്കൻ കഴിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ചാലയ്ക്കുള്ളിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അതിനുള്ളിലായിട്ടാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഹോട്ടലിൻ്റെ പേര് വരുന്നത് റഹ്മാനിയ കേതൽ ചിക്കൻസ് എന്നാണ്. അപ്പോൾ ഇതിനുള്ളിലായിട്ടാണ് ഒരു ഹോട്ടൽ വരുന്നത്. സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നതാണ്. ഇന്ന് ഇത്തിരി തിരക്ക് കുറവാണ്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾക്ക് വന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പാഴ്സൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കേതൽ ചിക്കൻ കഴിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയ കോഴി നല്ല പച്ച വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ക്വാളിറ്റി നന്നായിട്ട് നമുക്ക് എടുത്തറിയാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര ഒരു വാവ് ഫീലിംഗ് അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നുമല്ല. പിന്നെ എല്ലാവരും ഓൺ ടൈം എങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുഞ്ഞു കോഴിയാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ബേസ് ആയിരുന്നാലും ഇതിൻ്റെ റേറ്റ് ബേസ് ആയിരുന്നാലും അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ അതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഓൺ ടൈം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഹെവി ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വരുന്നവർക്ക് ഇവിടെ ട്രിവാൻഡ്രം ചാലയിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കഴക്കൂട്ടം പോയിട്ട് അവിടെ നിന്ന് ബസ്സിൽ ശാന്തിഗിരിയിൽ ഇറങ്ങണം. കാരണം എൻ്റെ ബൈക്ക് അവിടെ ഇരിക്കണം. അവിടെ നിന്നാണ് ഞാൻ ക്യാബിൽ കയറിയത്. അപ്പോൾ അവിടെ പോയിട്ട് ബൈക്ക് എടുത്തിട്ടാണ് റൂമിലോട്ട് പോകാൻ. റൂമിലെത്തി രാത്രി 8 മണിയായപ്പോഴത്തേക്കും നമുക്കൊരു ടാറ്റു ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അർജൻറ്റ് വർക്ക് ആയത് കാരണമാണ് നമ്മൾ രാത്രി എടുത്തത്. പിന്നെ അതെല്ലാം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ടൈമൊക്കെ എടുത്തു. ഏകദേശം രാവിലെ 2 മണി 3 മണി ആ ഒരു ടൈമൊക്കെ എടുത്തു നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട്. വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈം മോർണിംഗ് 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈം എടുത്തു നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട്. കാരണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 8 മണിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ലേറ്റായി. പിന്നെ അതിനിടയ്ക്ക് വേറൊരു വർക്കും കൂടി വന്നതാണ്, പക്ഷെ നമ്മൾ ഇന്നലെ എടുത്തില്ല, ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ടാറ്റു ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കിട്ടില്ല ഓഫറിൽ ടാറ്റു ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർ സേവ് ചെയ്തിട്ട് ടാറ്റു ചെയ്യാൻ ആഗ്രഹമുള്ളപ്പോൾ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ മോർണിംഗ് എണീറ്റ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ബിരിയാണിയും പിന്നെ ലിവർ, ചിക്കൻ ഫ്രൈ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിക്കാനായിട്ടാണ് ഞാനിവിടെ കുറ്റിമൂടുള്ള ഈ ഒരു ഷോപ്പിൽ വന്നത്. ഗൈസ്, അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വന്നിട്ട് എന്നെയും കൂടെ വീഡിയോയിൽ എടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഒരു തെങ്ങ് കയറാൻ എത്ര രൂപയാണ്? ഒരു തെങ്ങ് കയറാൻ എത്ര രൂപയാണ്? 50 രൂപ. എവിടെയായാലും പോയി ചെയ്ത് കൊടുക്കുമോ? എവിടെയായാലും പോയി ചെയ്ത് കൊടുക്കും. സിറ്റിയിലൊക്കെ കൂടുതലാണ്. സിറ്റിയിൽ കൂടുതലാണോ? എത്ര രൂപ? 100-150 അത് തന്നെ. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ പോയി ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ചേട്ടൻ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. പെയ്ഡ് പ്രൊമോഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെങ്ങ് കയറാനുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി വരും. എത്ര തെങ്ങായിരുന്നാലും ചെയ്തു തരും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ബൈ. പറിച്ചിടല്ലേ പിന്നെ അല്ല കൊള്ളാം.